This is Abisha and welcome to my channel. ഇന്ന് നമ്മളൊരു മമ്മി ആൻഡ് ബേബി കോംബോ ഡ്രസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു അനാർക്കലിയും അമ്മയ്ക്ക് ഒരു അനാർക്കലിയും കുട്ടിക്ക് ഒരു ഉടുപ്പുമാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു കോംബോ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതിനു മുമ്പായിട്ട് ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസൈൻ ഇൻട്രൊഡക്ഷൻസും ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും സ്റ്റൈലിംഗ് ടിപ്സും ഒക്കെയാണ് നമ്മുടെ ചാനലിലൂടെ പറയുന്നത്. സോ നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാം ഗിവ് നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. നാളെയാണ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്. സോ ഇനിയും ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പോയി പങ്കെടുക്കുക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരു മമ്മി ആൻഡ് ബേബി കോംബോ ആണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് അമ്മയ്ക്ക് നമ്മളൊരു അംബ്രല ടോപ്പും അംബ്രല കട്ടുള്ള ടോപ്പും, ആക്ച്വലി ഇത് ഫ്ലോ ലെങ്ത് പോലെയാണ്. എനിവേ അംബ്രല കുർത്തിയും ദുപ്പട്ടയും ആണ് ചെയ്തിട്ടുള്ളത്. കിഡിന് ചെയ്തിട്ടുള്ളത് ഒരു ഫ്രോക്കാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഔട്ടർ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ലസ്ട്രസും കുറച്ചുകൂടി കളർഫുള്ളും ആണ്. അപ്പൊ നമ്മുടെ എന്താ പറയാ, ഈ ചുമരിന്റെ കളറ് ഒരു ബർഗണ്ടി ഷെയ്ഡിനോട് അടുത്തുള്ള ഒരു കളർ ആയതുകൊണ്ടാണ് ഇപ്പൊ ആ പർപ്പിളിന്റെ ഒരു എഫക്റ്റ് അത്ര അങ്ങോട്ട് കിട്ടാത്തത്. എനിവേ ഇതൊരു വളരെ ബ്രൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ്. ഞാൻ സൂം ചെയ്ത് കാട്ടിത്തരാം, നിങ്ങൾക്ക് ആ ഷെയ്ഡ് കാണാം. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഈ മെറ്റീരിയലിന്റെ ഒരു ലസ്ട്രസ് എഫക്റ്റ് എന്ന് പറയാം. എന്ന് വെച്ചാൽ അത് അത്രയും ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പർപ്പിളിൽ തന്നെ ഇപ്പൊ സൂം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു കളർ വേരിയൻസ്, ഇത് കളർ ലൈറ്റ് ആയിട്ടും ഡാർക്ക് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതായത് പല ആംഗിളിൽ നിന്ന് പല കളറായിട്ട് തോന്നുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് റോയൽ ജോർജറ്റ് ആണ്. റോയൽ ജോർജറ്റിലെ പർപ്പിളിന്റെ ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണിത്. ഇതിന്റെ ടോപ്പ് ഫുള്ളായിട്ടും ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ അംബ്രല കുർത്തി ഡബിൾ ഫ്ലെയറിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നല്ലൊരു താഴോട്ടൊക്കെ നല്ല ഞൊറിവിൽ നന്നായിട്ട് വിരിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഷോളിന്റെ മെറ്റീരിയൽ നെറ്റാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോളാണ്, നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ഷോളാണ്. ഷോളിന് നമ്മളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു റോയൽ ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ വർക്ക് നോക്കാം. വർക്ക് ഹാൻഡ് വർക്കാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ത്രെഡ് കളേഴ്സ് നമ്മൾ 2 ഷെയ്ഡുള്ള ത്രെഡ് കളർ വെച്ചിട്ട് ചെറിയ ഈ ഫ്ലവർ ഡിസൈൻ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. യോക്ക് ഫുള്ളായിട്ടും ഇതിന് വർക്ക് ഉണ്ട്. ഇതിലിപ്പോ നമ്മളൊരു പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവറും ഒരു പർപ്പിൾ കളറിൽ തന്നെയുള്ള ഫ്ലവേഴ്സും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സീക്വൻസ് വെച്ചിട്ട് ഇപ്പൊ കാണാൻ പറ്റും. സീക്വൻസിന്റെ ചെറിയ ഗ്രീൻ സീക്വൻസിന്റെ ഫ്ലവർ അതും ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നെക്കിന് ഏകദേശം ഒരു 1.5 ഇഞ്ചിന്റെ ഒരു ബോർഡർ ഡിസൈൻ ആണ് കൊടുത്തത്. ആ ബോർഡർ നിങ്ങൾക്ക് കാണാം കട്ട് ബീഡ്സ് വെച്ചിട്ടാണ്. കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും മിക്സ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കട്ട് ബീഡ്സ് തന്നെ ഒരു രംഗോലി ബ്ലൂ കളർ കട്ട് ബീഡ്സും പിന്നെ അതുപോലെ തന്നെ റോസ് ഗോൾഡ് കളർ കട്ട് ബീഡ്സിന്റെയും കൂടെ ഒരു മിക്സ് ആണ് അത് വന്നിട്ടുള്ളത്. അതുകൂടാതെ അതിൽ ഷുഗർ ബീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നെക്കിന്റെ ബോർഡറിൽ ഒരു തിക്നെസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് താഴെത്തുമ്പോൾ തിക്നെസ് കുറച്ച് അടിയിലേക്ക് നല്ലോണം കുറച്ച്, അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. അതായത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നോറും തിക്നെസ് കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ. എന്ത് വന്നാലും ഈ യോക്ക് ഫുള്ള് ഒരു വർക്ക് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. എനിവേ താഴോട്ട് വർക്കൊന്നുമില്ല, താഴോട്ട് പ്ലെയിൻ ആണ്. പിന്നെ സ്ലീവിലും നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു ഫ്ലവേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ത്രെഡ് ഫ്ലവേഴ്സും വരുന്നുണ്ട്, അതേപോലെ ആ സീക്വൻസ് ഫ്ലവേഴ്സും വരുന്നുണ്ട്. സ്ലീവിലും ഒരു ബോർഡർ ഡിസൈൻ ഉണ്ട്. ആസ് ലൈക്ക് നെക്ക് പോലെ തന്നെ ഒരു ബോർഡർ ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലാകെ. പിന്നെ ദുപ്പട്ടയിൽ ഇങ്ങനെ ഒരു ആ ബോർഡറിന്റെ മുകളിൽ കുറച്ച് സ്റ്റോൺ വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ വർക്കൊക്കെ ഹൈലൈറ്റ് ആയി വരുന്നത്. ഓവറോൾ ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത
ആളുകളുടെ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതൊരു മജന്ത ഷെയ്ഡാണ്, എല്ലാ നിറക്കാർക്കും ചേരുന്ന കളറാണ്. അതേപോലെ തന്നെ ഈ പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാ ബോഡി ഷേപ്പുള്ള ആളുകൾക്കും പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ കുറച്ച് മെലിഞ്ഞവർക്കാണെങ്കിലും വണ്ണമുള്ളവർക്കാണെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് അമ്മയുടെ ഡ്രസ്സ്. ഇനി കിഡിന്റെ ഡ്രസ്സ് നോക്കാം. കിഡിന് ഫ്രോക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കിഡിന്റെ ഫ്രോക്കിൽ നമ്മൾ യോക്ക് ഏരിയയിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഫ്രോക്ക് സ്ലീവ്ലെസ് ആണ്. ആ ഒരു അമ്മയുടെ ഡ്രസ്സിൽ കണ്ടിട്ടുള്ള വർക്ക് തന്നെയാണ് ഓൾമോസ്റ്റ് കിഡിന്റെയും. നെക്കിലൊരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വിത്ത് ത്രെഡ് വർക്കും പിന്നെ ആ കട്ട് ബീഡ്സ് ആൻഡ് ഷുഗർ ബീഡ്സിന്റെ ഒരു സ്പ്രെഡിങ്ങും ആൻഡ് ഓൾസോ യോക്ക് ഫുൾ ആയിട്ടും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വർക്ക് ഇതിന്റെ യോക്ക് ഏരിയയിലെ വർക്ക് വരുന്നുള്ളൂ. സിമ്പിൾ ഫ്രോക്കാണ്. സിമ്പിൾ അല്ല, ഒരു പാർട്ടി വെയർ തന്നെയാണ് ഫ്രോക്ക്. ടോട്ടലി അമ്മയുടെ ഔട്ട്ഫിറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഗാർമെന്റ് കൂടിയാണ് ഇത്. പിന്നെ ഇതിന്റെ അടിയിലേക്ക് നോക്കുവാണെങ്കിൽ നെറ്റാണ് കൊടുത്തിട്ടുള്ളത്. കിഡിന്റെ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ നെറ്റ് കൊടുക്കുന്നതായിരിക്കും ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നെറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നെറ്റിന്റെ അടിയിൽ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മുടെ ആ ഒരു റോയൽ ജോർജറ്റ് തന്നെ ഒരു ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തേർഡ് ലെയർ ആയിട്ട് സ്റ്റിഫ്നെറ്റ് ലെയറും അതിനുശേഷം വേറൊരു ലൈനിങ് ലെയറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു മൾട്ടി ലെയർ ആയിട്ടുള്ള ഫ്രോക്കാണ്. നല്ല വിരിവൊക്കെ ഉള്ള അതൊരു അടിപൊളി ഫ്രോക്കാണ് കിഡിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെ കളർ കോമ്പിനേഷൻ ആൻഡ് ഓൾസോ പിന്നെ എന്താ പറയാ വർക്കിലാണെങ്കിലും നിങ്ങളുടെ മെഷർമെന്റിനാണെങ്കിലും ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഏത് ഏജിലുള്ള കിഡ്സിന് വേണമെങ്കിലും നമുക്ക് ഈ ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. പാർട്ടി വെയർ ആയിട്ട് സുഖമായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ഡിസൈൻ കൂടിയാണിത്. അപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനോ കസ്റ്റമൈസ് ചെയ്യാനോ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനോ ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട് താഴെ, അതിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. വാട്സപ്പ് ലിങ്കിലൂടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ഇനി എന്തെങ്കിലും സജഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു.